ഇന്നലെ രാത്രിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഫയർ റിയാൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. കുറച്ചധികം സാധനങ്ങൾ. ഇതെല്ലാം തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച ഐറ്റംസ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഫസ്റ്റ് ഐറ്റം ഈ ഒരു നാച്ചുറൽ ക്ലേ ആണ്. ഓൾറെഡി കളർ ക്ലേസ് നമ്മുടെ അടുത്തുണ്ട്. എന്നാലും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഐറ്റം 4 പീസ് വരുന്ന ഒരു സെറ്റ് സാറ്റിന്റെ റിബൺ ആണ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് അന്വേഷിച്ചിടുന്ന ഒരു പല കളേഴ്സിലുള്ള വൂളൻ ത്രെഡ് ഇന്നലെ പോയപ്പോ കിട്ടിയിരുന്നു. അപ്പൊ അതും എടുത്തു. പിന്നെ ദേ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഐറ്റം ഐസ്ക്രീം സ്റ്റിക്സ്. ഇതില്ലാതെ ഒരു പരിപാടിയില്ല. അപ്പൊ അതും ഒരു പാക്കറ്റ് മേടിച്ചിരുന്നു. പിന്നെ മേടിച്ചത് ഈ 2 പീസ് ജൂട്ട് ത്രെഡ് ആണ്. ഇത് ഞാൻ ഇവിടെ വന്ന ടൈം തൊട്ട് അന്വേഷിച്ച് കിടക്കുന്ന ഒരു ഐറ്റം ആണേ. പിന്നെ ദേ 4 ഷെയ്ഡ്സിൽ വരുന്ന ഹൈലൈറ്റർ പെൻസ് മേടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ബാംബൂ സ്റ്റിക്സ്. പിന്നെ ദേ ഇത് നമ്മുടെ പ്ലാനിൽ ഒന്നും പെടാത്തൊരു ഐറ്റം ആണ്. ആക്ച്വലി ഇതൊരു മിറർ ആണ്. ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു. ഇന്നലെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ദേ നമ്മുടെ അടുത്ത ഐറ്റം ദേ പല കളേഴ്സിൽ വരുന്ന സ്ട്രോസും ബലൂൺസും എല്ലാം കൂടി ഉള്ള ഒരു പാക്കാണേ. പിന്നെ സെന്റഡ് കാൻഡിൽസ് മേടിച്ചായിരുന്നു. അതേപോലെ തന്നെ 2 സെറ്റ് വാൾപേപ്പേഴ്സ് എടുത്തായിരുന്നു. വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണേ. നമ്മുടെ അടുത്ത ഐറ്റം ദേ പല കളേഴ്സിൽ വരുന്ന ഗ്ലിറ്റർ ടേപ്സിന്റെ ഒരു സെറ്റാണ്. നെക്സ്റ്റ് ഐറ്റം 100 പീസ് വരുന്ന ഒരു പാക്കറ്റ് പ്ലാസ്റ്റിക് സ്പൂൺസ് ആണ്. പിന്നെ ദേ ഇന്നലെ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു ഐറ്റം ഈ ഒരു ഗ്ലൂ ഗൺ ആണ്. ഇത്രയും നാൾ ഞാൻ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കിയിട്ടായിരുന്നു യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഗണ്ണൊന്ന് യൂസ് ആക്കി നോക്കാം. ഗണ്ണിലിടാനായിട്ട് കുറച്ച് ഗ്ലൂ സ്റ്റിക്കും മേടിച്ചായിരുന്നു. പിന്നെ പറയുമ്പോൾ 5 റിയാൽ ഷോപ്പ് എന്നൊക്കെ പറയുമെങ്കിലും 5.75 വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ നോക്കുവാണെങ്കിൽ നാട്ടിലത്തെ 132 രൂപ ഒരു പ്രൊഡക്റ്റിനാവും. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തു പറയണതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഈ ഒരു 5 റിയാലിന് കൊടുത്തിരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ 20-30 രൂപയുടെ വിലയാണ്. പക്ഷേ ഈ ഒരു ബില്ല് എന്റെ കയ്യിൽ കിട്ടിയോടുകൂടി ആ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ അങ്ങ് മാറി കിട്ടി. ടോട്ടൽ 86 റിയാല്, അതായത് നാട്ടിലത്തെ ഒരു 2000 രൂപയുടെ അടുത്ത് നമ്മളവിടെ പേ ചെയ്തു. എന്തൊരു അവസ്ഥയാലേ.